ചേട്ടാ, ഇവിടുന്ന് മലയാറ്റൂർക്ക് എന്തോരം ദൂരമുണ്ട്? ഇവിടുന്ന് 7 കിലോമീറ്ററോളം ഉണ്ട്. എന്താ ഉദ്ദേശം? അല്ല, എനിക്ക് ഒന്ന് മലയാറ്റൂർ മല കയറാൻ വേണ്ടിയിട്ടായിരുന്നു. മലയാറ്റൂർ വരുന്ന ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള സ്ഥലമാണ് തട്ടുപാറ. അവിടെ മുമ്പ് പോയിട്ടുണ്ടോ? തട്ടുപാറയോ? അങ്ങനൊരു സ്ഥലത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. തോമാസ് ലീഹ ആയിട്ട് തട്ടുപാറയ്ക്ക് ബന്ധമുണ്ടോ? തോമാസ് ലീഹ മലയാറ്റൂർക്ക് വന്ന വഴി വിശ്രമിച്ച സ്ഥലമാണ് ഈ തട്ടുപാറ സ്ഥലം. അവിടെ തോമാസ് ലീഹയുടെ കാൽപാദമുണ്ട്, പിന്നെ ഗുഹയുണ്ട്, വിശ്രമിച്ച സ്ഥലമുണ്ട്, ഒക്കെ ഉണ്ട്. പണ്ടുള്ള ആളുകൾ മലയാറ്റൂരിനെ പെരിയ മലയെന്നും തട്ടുപാറയെ ചിന്നമലയെന്നുമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നൊയമ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശിൻ്റെ വഴിയും മുകളിൽ ചെന്ന് കഴിയുമ്പോൾ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 40-ാം വെള്ളി ആഘോഷം വിപുലമായ ആഘോഷമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാറ്റൂർ പോകുന്നതിന് മുമ്പ് തട്ടുപാറ ഒന്ന് കയറിയിട്ട് പോവാം. ഞാനും കൂടി പോരാം. ഓക്കെ ചേട്ടാ, അപ്പോൾ ഇതാണ് തട്ടുപാറ അല്ലേ? അതെ. അപ്പോൾ നമ്മളിങ്ങനെ ഈ വഴിയിലൂടെ അല്ലേ? ഇവിടുന്ന് എന്തോരം ദൂരമുണ്ട്? ഇതിൽ കുറച്ച് ദൂരമുണ്ട്. ഇങ്ങനെ ഇവിടുന്ന് പോലെ ഇങ്ങനെ കുരിശിൻ്റെ വഴികൾ തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോകണു. തട്ടുപാറ ദേവാലയം, ആ ദേവാലയത്തിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. മേരിഗിരി ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ബാബുവച്ചൻ നമ്മോടൊപ്പം ഉണ്ട്. തട്ടുപാറ ദേവാലയത്തിൻ്റെ ഇൻചാർജും ബാബുവച്ചനാണ്. അച്ഛാ, ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രവുമായിട്ട് ഈ തട്ടുപാറ ദേവാലയത്തിനുള്ളൊരു ബന്ധത്തെപ്പറ്റി ഒന്ന് പറയാമോ? തോമാസ് ലീഹ കടന്നുപോയ ചരിത്രപരമായൊരു ഒട്ടകപ്പാതയുണ്ട്. അത് മലയാറ്റൂരിലൂടെ തമിഴ്നാട്ടിലേക്ക് കടന്നു പോകുന്നതാണ്. ആ ഒട്ടകപാത കടന്നു പോകുന്ന റൂട്ടിലുള്ള ഒരു ചെറിയ തോമാസ് ലീഹ വിശ്രമിച്ചു എന്ന് കരുതുന്ന ഒരിടമാണ് തട്ടുപാറ. തട്ടുപാറ മലയിൽ തോമാസ് ലീഹ വിശ്രമിച്ചതിന് ശേഷമാണ് തോമാസ് ലീഹ മലയാറ്റൂരേക്ക് കടന്നു പോയത്. ഒരു കാലത്ത് 50ഓളം കുടുംബങ്ങൾ ഇതിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. അവരെല്ലാം ക്വാറികളും മറ്റുമൊക്കെ വന്നു കഴിഞ്ഞ സമയത്താണ് താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്. മേരിഗിരി ഇടവകയുടെ തന്നെ ഭാഗമാണ് ഈ പള്ളി. പുരാതനമായ ഈ പള്ളി മലമുകളിലുണ്ടായിരുന്ന ഈ ചെറിയ ദേവാലയം അതിന്നും സംരക്ഷിക്കപ്പെടുകയാണ്. തോമാസ് ലീഹായോടുള്ള ഭക്തിയോടുകൂടി, ആ ഒരു ഓർമ്മയോടുകൂടി ഇവിടെ പുതുഞായറിലെ ആഘോഷമായ തിരുനാളുകളും 40-ാം വെള്ളി ആഘോഷങ്ങളും കൺവെൻഷനുകളും ഒക്കെ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും ആഘോഷമായ കുർബാനയും തോമാസ് ലീഹായോടുള്ള നൊവേനയും ഇവിടെ നടക്കുന്നുണ്ട്. തോമാസ് ലീഹായുടെ ആ പാദസ്പർശമേറ്റ കാൽപ്പാടും ഒക്കെ ഇവിടെ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് അറിഞ്ഞതുകൊണ്ടാകണം പണ്ട് കാലത്ത് തന്നെ രാജാക്കന്മാരിൽ നിന്ന് നികുതി ഇളവായിട്ട് ഈ പള്ളിക്ക് വേണ്ടിയിട്ട് സ്ഥലം വിട്ടു തന്നതിൻ്റെ ശംഖുമുദ്ര നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. താഴത്തെ പള്ളിയുടെ പുറത്ത് ശംഖുമുദ്രയുണ്ട്. അത് നിങ്ങൾക്ക് പോയി കണ്ട് നോക്കാവുന്നതാണ്. അതും കൂടി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ചുറ്റുപാടുമുള്ള മലയും പ്രദേശവുമെല്ലാം പള്ളിയുടെ അധീനതയിലേക്ക് അന്ന് കാലം തൊട്ടുള്ള സ്ഥലമാണിത്. അതാണ് അതിൻ്റെ ചരിത്രപരമായൊരു ഇത്. പക്ഷേ തോമാസ് ലീഹായുടെ പാദമുദ്ര മലയാറ്റൂരിൽ പതിഞ്ഞതിനേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് തട്ടുപാറയിലാണ് പതിഞ്ഞത് എന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതേപ്പറ്റി അച്ഛൻ എന്താണ് കൂടുതൽ പറയുന്നത്? അത് അങ്ങനെയാണ് അത് കാണപ്പെടുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ആ കാൽപാദം അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴ്ത്തി വന്നു കഴിഞ്ഞാൽ ആ പാദമുദ്ര അവിടെ കാണാനായിട്ട് സാധിക്കും. അത് തമ്പുരാൻ്റെ ഇടപെടലായിരിക്കും തീർച്ചയായിട്ടും. അതേപോലെ തന്നെ തോമാസ് ലീഹ വിശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഗുഹ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. അതേപ്പറ്റി ഗുഹയെപ്പറ്റി അച്ഛന് എങ്ങനെയാണ്? ചെറിയൊരു ഗുഹ അവിടെയുണ്ട്. അന്ന് വന്യജീവികളും മറ്റുമൊക്കെ ഉള്ളപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആളുകൾ ഗുഹകളും മറ്റും ഉപയോഗിച്ചിരുന്ന കാലങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിച്ചു പോരുന്ന കാര്യമാണ്. തട്ടുപാറയുടെ ചരിത്രത്തെപ്പറ്റി അച്ഛൻ നമ്മളോട് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ഒരു ചോദ്യമാണ്, മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രം പോലെ തന്നെ പ്രസിദ്ധമായി തീരേണ്ട ഒരു ദേവാലയമല്ലേ അച്ഛാ തട്ടുപാറയും? തീർച്ചയായും. കാരണം തോമാസ് ലീഹായുടെ പാദസ്പർശം ഏറ്റിട്ടുള്ള ഒരു പുണ്യമലയായി പുരാതന കാലം തൊട്ട്
ആളുകൾ കരുതുന്ന ഇടമാണിത്. തട്ടുപാറ മലയാറ്റൂർ മല പോലെ അത്രയും പ്രശസ്തമായി തീർന്നില്ലെങ്കിൽ പോലും ഇവിടെയും ആളുകൾ വരുന്നുണ്ട്. എന്ന് വെച്ച് നമുക്ക് മലയാറ്റൂരിൻ്റെ പ്രാധാന്യമൊന്നും കുറച്ച് കാണാനൊന്നും പറ്റില്ല. തട്ടുപാറ ഒരു ചെറിയ മലയാണ്, അതുകൊണ്ട് ഇതൊരു ചിന്നമലയും ഇത് പെരിയ മലയുമായിട്ട് നിൽക്കുന്നതാണ്. അവിടെ വരുന്നവർക്ക് ഇവിടെയും കൂടി വരാൻ പറ്റുകയാണെങ്കിൽ വലിയ കാര്യമാണ്. കാരണം ഇത് മനോഹരമായ ഒരിടം തോമാസിലേക്ക് കടന്നുപോയ വഴികളിലൂടെ നമുക്ക് വരാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. ഒരുപാട് പഴക്കമുള്ള തട്ടുപാറ ദേവാലയത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇവിടുത്തെ പുരാതനമായ തോമാസ് ലിഹായുടെ രൂപം. എൻ്റെ പിന്നിൽ കാണുന്നതാണ് അതിപുരാതനമായ തോമാസ് ലിഹായുടെ ഈ രൂപം. കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും സവിശേഷത നിറഞ്ഞ ഒരു രൂപവും കൊത്തുപണിയുമാണ്, മരത്തിൽ തീർത്ത ഒരു കൊത്തുപണിയുമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതേപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കുവാനായിട്ട് നമ്മോടൊപ്പം ഈ ഇടവകയിലെ കൈക്കാരന്മാർ, മേരിഗിരി ദേവാലയത്തിലെ കൈക്കാരന്മാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, പേര് ജോസ് എന്നാണ്, തോട്ടക്കര. എൻ്റെ കൂട്ടുകാരനാണ് സെബി ചക്രംപള്ളി. 2 കൈക്കാരന്മാരാണ്, മേരിഗിരിയും തട്ടുപാറയുടെയും. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം അല്ലെങ്കിൽ ഈ ഒരു പുരാതന രൂപത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ രൂപം ഒത്തിരി പഴക്കമുള്ളതാണ്. മരത്തിൽ തീർത്ത രൂപമാണ്, കൊത്തു ചെയ്തതാണ്. അതുപോലെ തന്നെ രൂപക്കൂടും അതിപുരാതനമാണ്. അതിൽ ഒത്തിരി ലിപികളും പഴമകൾ ഊതുന്ന പലതും കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ചേട്ടാ, ഈ ദേവാലയത്തിൻ്റെ പഴക്കം അല്ലെങ്കിൽ ഇത് എത്ര നാളുകളായി ഈ സ്ഥാപിതമായിട്ട്? ഈ വർഷം നമ്മുടെ പൂർവികരുടെ വായ്മൊഴിയിൽ ഞങ്ങൾ അറിഞ്ഞതനുസരിച്ച് ഈ വർഷം 100-ാം വർഷം ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടം കഴിഞ്ഞാൽ 100-ാം വർഷം ആഘോഷിക്കാനുള്ള പരിപാടികൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പദ്ധതികൾ ആവിഷ്കാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂർവികർ പറഞ്ഞതനുസരിച്ച് 100 വർഷം തികയുന്ന വർഷമാണിത്. തട്ടുപാറ ദേവാലയത്തിൻ്റെ ചരിത്രം പോലെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന മറ്റൊന്നാണ് ഇവിടുത്തെ പ്രകൃതിദത്തമായ കാഴ്ചകൾ. എനിക്ക് ചുറ്റും കാണുന്നതാണ് ഇവിടുത്തെ അതിമനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകൾ. വൈകുന്നേരം സായാഹ്നങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുവാനും വളരെയധികം ആത്മീകമായ ചൈതന്യം ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമ്മുടെ ചുറ്റും കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ മലയാറ്റൂരിലേക്ക് തട്ടുപാറയിൽ നിന്ന് പോകാം. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിൻ്റെ മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ തൊട്ടു പിന്നിൽ മലയാറ്റൂർ മലയിലേക്കുള്ള വഴിയാണ്. മലയാറ്റൂർ മല കയറുന്നതിന് മുൻപായിട്ട് നമ്മളിവിടെ അടിവാരത്തെ പള്ളിയിൽ പോയി ബഹുമാനപ്പെട്ട ഈ പള്ളിയുടെ വികാരിയും അതേപോലെ തന്നെ ഇവിടുത്തെ റെക്ടറുമായ ജോസ് ഒഴലക്കാട്ടച്ചനെ പരിചയപ്പെടുകയും അതിനുശേഷമായിരിക്കും നമ്മുടെ ഈ മലയാറ്റൂർ തീർത്ഥാടനം. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ താഴത്തെ പള്ളിയിലേക്ക് പോകാം. ദേവാലയത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ജോസ് ഒഴലക്കാട്ടച്ചൻ നമ്മോടൊപ്പം ചേരുന്നു. അച്ഛാ, പ്രത്യേകം സ്വാഗതം. അച്ഛാ, ഈ ദേവാലയത്തെ പറ്റി പറഞ്ഞപ്പോൾ അച്ഛൻ നമ്മളിവിടെ അറിയാൻ സാധിച്ചത് 800 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു ചരിത്ര പ്രാധാന്യത്തെ നിലനിർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ദേവാലയത്തിൽ? ഇത് മലയാറ്റൂർ സെൻറ്റ് തോമസ് ഇടവപ്പള്ളിയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ദേവാലയം 800 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ളതാണ്. ഇത് ഇവിടെ ഒരു ഓല ഷെഡായിട്ട് തുടങ്ങിയ പള്ളിയാണ്. ഇത് കാലാകാലങ്ങളിലുള്ള വികസനം ഡെവലപ്മെൻറ്റ് നടത്തേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ ഒരു സവിശേഷമായ ഇന്നത്തെ സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്. പുതിയ പള്ളി അപ്പുറത്തുണ്ട്, അത് 15 വർഷമായി. ആ പള്ളി പണിതപ്പോൾ ഇടവക സമൂഹത്തിൻ്റെയും അതിരൂപതയുടെ നിർദ്ദേശമനുസരിച്ച് പഴയ പള്ളി അതിൻ്റെ പഴമയോടുകൂടി തന്നെ നവീകരിച്ച് ഇപ്പോൾ ഒരു നിത്യ ആരാധന ചാപ്പലായിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ ഇവിടെ പ്രത്യേകം ആരാധനയുണ്ട്. മലയാറ്റൂർ എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നൊരു പേരാണ് വിശുദ്ധ തോമാസ് ലീഹ, അല്ലേ? തോമാസ് ലീഹായും മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രവും ഇത് തമ്മിലുള്ള ബന്ധത്തെ പറ്റി അച്ഛനൊന്ന് പറയാമോ? തീർച്ചയായിട്ടും സെൻറ്റ് തോമസ് ചർച്ച് മലയാറ്റൂർ എന്ന് പറയുമ്പോൾ തന്നെ തോമാസ് ലീഹായിൽ നിന്ന് വിശ്വാസ പാരമ്പര്യം നേടിയ ഒരു ചരിത്രപരമായ പൗരാണികത മലയാറ്റൂർ
സെൻറ്റ് തോമസ് ചർച്ചിനുണ്ട്. മലയാറ്റൂർ സെൻറ്റ് തോമസ് തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുരിശുമുടിയുമായിട്ട് ബന്ധപ്പെട്ട മലയാറ്റൂർ കുരിശുമുടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. മലയാറ്റൂർ കുരിശുമുടി നമുക്കറിയാം തീർത്ഥാടനം തുടങ്ങുന്ന ചരിത്രം ഏതാണ്ട് AD 600 ആദ്യത്തെ തീർത്ഥാടനം ഇവിടുന്ന് മലമുകളിലേക്ക് നടന്നുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. തോമാസ് ശ്ലീഹ AD നമുക്കറിയാം 52 ഇവിടെ വന്ന് 72 മൈലാപ്പൂരിൽ രക്തസാക്ഷിയായിട്ട് അദ്ദേഹം മരിച്ചു. അപ്പം 62 കാലഘട്ടത്തിൽ AD 62 കാലഘട്ടങ്ങളിലാണ് മലയാറ്റൂർ വന്ന് ഇവിടെ ഒരു സമൂഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ ഇവിടെ ഒരു വിശ്വാസ സമൂഹം ഏതാണ്ട് 220 വീട്ടുകാർക്ക് മാമോദിസ കൊടുത്തു, വ്യക്തികളെ മാമോദിസ മുക്കിയെന്നാണ് ഇങ്ങനെ ചരിത്രത്തിൽ കാണുന്നത്. അപ്പം അന്ന് മുതൽ അങ്ങനെ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പാരമ്പര്യം തോമാസ് ശ്ലീഹയിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച ഒരു സമൂഹത്തിൻ്റെതുണ്ട്. അതോടൊപ്പം തന്നെ മലമുകളുമായി കുരിശുമുടിയുമായി ബന്ധപ്പെട്ട് തോമാസ് ശ്ലീഹ ഇതിൽ കടന്നുപോയപ്പോൾ ഈ മലമുകളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പാറപ്പുറത്ത് കുരിശു വരച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. പിന്നീട് ഇവിടെ നിന്നും ആദ്യ നൂറ്റാണ്ടുകളിൽ ഈ മലവേടന്മാർ അവിടെ വേട്ടയ്ക്ക് പോയ സമയത്ത് പ്രശോഭിതമായ ഈ കുരിശ് പാറപ്പുറത്ത് കാണുകയും ആ കുരിശ് അവരുടെ കയ്യിലിരുന്ന ആയുധം കൊണ്ട് കൊത്തിനോക്കിയപ്പോൾ അതിൽ നിന്ന് രക്തം പൊടിഞ്ഞുവെന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. അപ്പോൾ അവർ താഴത്ത് വന്ന് ഇവിടെയുള്ള വിശ്വാസ സമൂഹത്തോട് ആളുകളോട് പറഞ്ഞു, ആളുകൾ അങ്ങനെ ഒരു തീർത്ഥാടനം മലയാറ്റൂർ മലയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തപ്പെടാനായിട്ടൊരു സാഹചര്യം നിമിത്തമായി തീരുന്നത് ഈ സ്വർണ്ണ നിറത്തിൽ ഉള്ള പ്രശോഭിച്ച കുരിശിൻ്റെ ഈ പാറപ്പുറത്ത് കുരിശിൻ്റെ ഒരു അടയാളമാണ്. അതോടൊപ്പം തന്നെ മാർത്തോമാ ശ്ലീഹ മലമുകളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഒരു ദർശനം തോമാസ് ശ്ലീഹായ്ക്കുണ്ടായി. അപ്പോൾ മാതാവിൻ്റെ ദർശനത്തിൽ കിട്ടിയ ഒരു ശാക്തീകരണം കേരളത്തിലെ അപ്പസ്തോല പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് ഇവിടുത്തെ മിഷണറി പ്രവർത്തനത്തിന് തോമാസ് ശ്ലീഹായ്ക്ക് വചനപ്രഘോഷത്തിൽ കൂടുതൽ ശക്തി ആർജിച്ചുവെന്നും ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു AD 600 തുടങ്ങുന്ന ഒരു തീർത്ഥാടന പാരമ്പര്യം ഈ മലയാറ്റൂർ കുരിശുമുടിക്കുണ്ടെന്നുള്ള. കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെയാണ് കൂടുതൽ തീർത്ഥാടകർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുക. ഒരു കുരിശിൻ്റെ വഴി കഴിച്ച് ത്യാഗത്തോടുകൂടി ഒരുങ്ങി നോമ്പ് കാലഘട്ടത്തിൽ മല കയറുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ഒരു ആളുകളുടെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടെ, അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല മറ്റ് മതവിശ്വാസികളും മല കയറുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഒരു സവിശേഷതയാണ്. ഞാൻ ഇന്നലെയും മലമുകളിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ഓൺ ദ വേ കണ്ട ഒരു ക്രൈസ്തവരായ 2-3 സഹോദരങ്ങൾ മല കയറി ഇറങ്ങിപ്പോകുന്ന വളരെ ആ ഒരു രീതിയാണ് ഇപ്പോൾ. അപ്പോൾ തീർത്ഥാടനം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹം മാത്രമല്ല, ഈ സീസൺ മാത്രമല്ല, ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനമുണ്ട്. ഏകദേശം 15 വർഷത്തോളമായി ഈ ദേവാലയം പണിതിട്ട് പഴയ പള്ളിയോട് ചേർന്ന്, പഴയ പള്ളിയെ പൊളിച്ചു കളയാതെ പള്ളിയോട് ചേർന്നാണ് ഈ പുതിയ ദേവാലയവും സ്ഥാപിതമായിരിക്കുന്നത്. അച്ഛാ, ഓരോ ദേവാലയത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട് അല്ലേ അച്ഛാ? അപ്പോൾ ഈ മലയാറ്റൂർ ദേവാലയത്തെ ഇവിടെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇവിടുത്തെ നേർച്ചകൾ, പ്രത്യേകത നിറഞ്ഞ എന്തെങ്കിലും നേർച്ചകൾ ഇവിടെയുണ്ടോ? അപ്പോൾ മലയാറ്റൂർ നമുക്കറിയാം, നോമ്പ് കാലഘട്ടത്തിൽ ആളുകൾ മിക്കവാറും കുരിശുകളുമായിട്ടാണ് മല കയറാൻ വരുന്നത്. അവർ മല കയറി മുകളിൽ വരുമ്പോൾ അല്ലെങ്കിൽ താഴത്തപ്പള്ളിയോടെ വരുമ്പോൾ മിക്കവാറും ചെയ്യുന്നത് തോമാസ് ശ്ലീഹായുടെ നാമധേയത്തിൽ അടിമ വെച്ച് പോകുന്ന സമർപ്പണ പ്രാർത്ഥന എല്ലാ തീർത്ഥാടകരും അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ രൂപമുണ്ട്. അവർ കൊണ്ടുവരുന്ന സാധനം മിക്കവാറും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എള്ളും മുളകും കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആളുകൾ പറഞ്ഞു കേട്ടിരിക്കുന്ന അനുഭവങ്ങൾ ഇട്ടിരിക്കുന്ന അവരുടെ അരുമ്പാറ പോലെയുള്ള സ്കിൻ ഡിസീസുമായി ബന്ധപ്പെട്ട ഒത്തിരിയധികം സൗഖ്യം അതിലൂടെ ആളുകൾക്ക് കിട്ടുന്നതായിട്ട് പറയുന്നു. പിന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചൂല് കൊണ്ടുവരുന്ന രീതിയുണ്ട്, അതവരുടെ മുടി വളരാനാണെന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ സാധാരണ അവർ പള്ളി വരുമ്പോൾ എടുത്തു വയ്ക്കുന്നൊരു നേർച്ച, നമ്മൾ തോമാസ് ശ്ലീഹ കുന്തം കൊണ്ട് കുത്തി മരിക്കപ്പെട്ട ഒരു രക്തസാക്ഷി ആയതുകൊണ്ട് തോമാസ് ശ്ലീഹയുടെ കുന്തം എടുത്തു വയ്ക്കുന്ന ഒരു നേർച്ച ഇവിടെ നമ്മൾ ദേവാലയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. പള്ളി അതിൻ്റെ ക്രമീകരണങ്ങൾ നമ്മളിതിനിപ്പോൾ തിരുക്കർമ്മങ്ങൾ നടത്തുവാനും വഴിപാട് നേർച്ച നടത്തുവാനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾ തീർത്ഥാടകർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ മലമുകളിലും താഴത്തപ്പള്ളിയിലും പ്രത്യേകം നമ്മൾ ഒരുക്കുന്നതാണ്. പുതിയ പള്ളിയെ വ്യത്യസ്തമാക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഇവിടെ. 2 തിരുശേഷിപ്പുകൾ ഈ പള്ളിക്കകത്തുണ്ട്. ഒന്ന് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും ഒന്ന് വിശുദ്ധ കുരിശിൻ്റെയും തിരുശേഷിപ്പ്. അച്ഛാ, എന്താണ് 2 തിരുശേഷിപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? അതേപറ്റി തോമാസ് ശ്ലീഹായുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 2 തിരുശേഷിപ്പുകളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്.
ഒന്ന് തോമസ് ലീഗയുടെ തന്നെ റിലിക്സാണ്. പിന്നെ വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പാണ്. അതും തോമസ് ലീഗ പൊന്നിൻപല കുരിശുപല മുത്തപ്പൻ എന്നൊക്കെ പറയുമ്പോൾ കുരിശുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നോമ്പിൻ്റെ തീർത്ഥാടന കാലഘട്ടത്തിൽ മല കയറുന്ന ഒരു പരിത്യാഗത്തിൻ്റെ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് അതിൻ്റെ കുരിശുമെടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ എന്നാണല്ലോ. അപ്പോൾ കുരിശെടുത്തുകൊണ്ട് കയറുന്ന ഒരു കുരിശിൻ്റെ കാലഘട്ടമാണ് മലയാറ്റൂർ തീർത്ഥാടനം, പ്രത്യേകിച്ച് മലമുകളിലേക്ക്. അപ്പം അങ്ങനെയുള്ളൊരു ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്ത് തിരുക്കുരിശിൻ്റെ തന്നെ ഒരു തിരുശേഷിപ്പിരിക്കുക എന്നുള്ളത് അർത്ഥപൂർവ്വമാണ്. അതുകൊണ്ടാണ് പ്രത്യേകമായി ഈ 2 തിരുശേഷിപ്പുകളും ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ അടിവാരത്താണ് ഇപ്പോൾ നമ്മളായിരിക്കുന്നത്. അടിവാരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ ഈ അടിവാരത്തിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള തൊമ്മച്ചൻ ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. നോയമ്പിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ അതിക്ക് മുന്നേ തന്നെ നമ്മൾ കുരിശുമുടിയിലേക്കുള്ള വഴികളെല്ലാം ക്ലീനാക്കി സജ്ജമാക്കിയിട്ടുണ്ട്. ഇനി വരുന്ന വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടുകൂടി മല വെഞ്ചരിച്ച് നമ്മൾ തീർത്ഥാടകർക്കായിട്ട് ഇത് തുറന്നു കൊടുക്കുന്നു. എങ്ങനെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒക്കെ സഹകരണം ഈ തവണ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അത് മുൻ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏറ്റവും അധികം ജനത്തിരക്ക് എന്നാണ് മലയാറ്റൂർ മലയിൽ അനുഭവപ്പെടാറ്? ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഈ തീർത്ഥാടന കാലത്ത് ദുഃഖവെള്ളിയാഴ്ച തന്നെയാണ്. പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിലായിരിക്കും. എല്ലാവരും 50 നോമ്പൊക്കെ എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഞാനും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് 1-ാം സ്ഥലത്തിലേക്ക് നടന്നു നീങ്ങാം. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്കു വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നാം സ്ഥലം. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിലെ ദേവാലയത്തിൻ്റെ അൾത്താരയാണ് നിങ്ങൾ കാണുന്നത്. മലമുകളിലെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുവാനായി ഇവിടുത്തെ ഈ മലമുകളിലെ ഇൻചാർജായിട്ടുള്ള സ്പിരിച്വൽ ഫാദർ ബഹുമാനപ്പെട്ട ജോസ് വടക്കനച്ഛൻ നമ്മോടൊപ്പം ചേരുന്നു. അച്ഛൻ പ്രത്യേകം സ്വാഗതം. താങ്ക് യു. അച്ഛൻ, നമ്മളെ ആയിരിക്കുന്ന ദേവാലയത്തിന് ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ടല്ലേ? ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അച്ഛനെ ഞങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാമോ? ദേവാലയത്തിന് ഒത്തിരി പഴക്കമുണ്ട്. പക്ഷേ ഈ ദേവാലയത്തെക്കാൾ കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത് ഇതിൻ്റെ തൊട്ട് പുറകിൽ ഒരു ആന കുത്തിയ പള്ളിയുണ്ട്. അതായിരുന്നു ആദ്യത്തെ പള്ളി. അവിടെ ആന ആക്രമിച്ച് മതിൽ അല്പം കേടുപാടുകൾ പറ്റി, പക്ഷെ അത് പൂർണ്ണമായിട്ട് നശിച്ചിട്ടില്ല. അപ്പം അത് നമ്മൾ ചില്ലിട്ട് സൂക്ഷിക്കുന്നു. അവിടെയാണ് ഒത്തിരി പേര് പ്രാർത്ഥിക്കാനൊക്കെ വരുന്നത്. അതിനുശേഷമാണ് ഈ ദേവാലയം പണിയുന്നതും. ഇതാണ് സത്യം പറഞ്ഞാൽ ഈ മലയാറ്റൂർ കുരിശുമുടിയുടെ ഇപ്പോൾ വിശുദ്ധ കുർബാന നടക്കുന്ന പ്രധാന ദേവാലയം. എന്നായിരിക്കും അച്ഛൻ ഏറ്റവും കൂടുതൽ ജനത്തിരക്കും അല്ലെങ്കിൽ ഒരു ജനസാഗരം പോലെ മലയാറ്റൂർ എന്നാണ് ഫീൽ ചെയ്യുന്നത്? സാധാരണ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് ദുഃഖ വെള്ളിയാഴ്ച, ദുഃഖശനി, ഈസ്റ്റർ. ഈ 3 ദിവസമാണ് ഏറ്റവും ക്രൗഡ് ഉള്ളത്. നോർമൽ ഡേയ്സിൽ സൺഡേയ്സ് ഒരു 200-നും 400-നും ഇടയിൽ ഡിപ്പെൻസ് ആൾക്കാർ വരും. ഇട ദിവസങ്ങളിൽ റെഗുലറായിട്ട് വരുന്നത് ഒരു 4-5 പേരൊക്കെയാണ് റെഗുലറായിട്ട് കുർബാനയ്ക്ക് വരുന്നവർ. ഇവിടെ റെഗുലറായിട്ട് എന്നും കുർബാന എല്ലാ ദിവസവും സമയം രാവിലെ 7:30-ക്കാണ് കുർബാന. സൺഡേയ്സ് 7:30-ക്കും 9:30-ക്കും ഉണ്ട്. അതിന് അത്യാവശ്യം ഒരു 150-200 ആളുകൾ കുർബാനയ്ക്ക് പങ്കെടുക്കാറുണ്ട്. പിന്നെ ഒരു ദിവസം മൊത്തം എടുത്താൽ ഒരു 100-നടുത്ത ആളുകളൊക്കെ ആയിരിക്കും കയറി ഇറങ്ങുന്നത്. ഡിപ്പെൻസ്.
ഒരു പൊൻകുരിശ് അല്ലേ, പൊൻകുരിശ് എന്ന് പറയാം. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു ഐതിഹ്യം ഞങ്ങളുമായിട്ടൊന്ന്? ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊൻകുരിശ് പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പൊൻകുരിശ് ഇവിടെ നാട്ടിയിരിക്കുന്നത്. അവരുടെ വിശ്വാസമാണ്, പൗരാണികമാണ്. പൊൻകുരിശ് പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്ത് തന്നെയാണ് അവരിത് പൊൻകുരിശ് നാട്ടിയിരിക്കുന്നത്. അച്ഛാ, ഈ മലയാറ്റൂർ കുരിശുമുടിയും ഈ കാണുന്ന ഈ ദേവാലയവും ഈ കുരിശും ഇതൊക്കെ മുഴുവൻ സമയവും തുറന്നിട്ട് 24 മണിക്കൂറും അങ്ങനെയാണോ? അങ്ങനെയല്ല, 365 ദിവസവും ഈ തീർത്ഥാടന കേന്ദ്രം ഓപ്പൺ ആണ്. പക്ഷേ രാത്രി കാലങ്ങളിൽ നമ്മളിത് ലൈറ്റ് ഓഫ് ചെയ്യും. കാരണം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് മൃഗശല്യങ്ങൾ ഉള്ളതുകൊണ്ടും നമ്മളിത് ഒരു ഡിപ്പെൻസ്. ചില ഒക്കേഷനിൽ നമ്മളൊരു 7 മണി വരെ ഓപ്പൺ ആക്കും, ചില സമയങ്ങളിൽ 9 മണി വരെ. നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ 24 മണിക്കൂറും തീർത്ഥാടകർക്ക് കയറി ഇറങ്ങാം. അച്ഛൻ ഈ മൃഗശല്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വന്യജീവി ആക്രമണമുള്ള ഒരു മേഖലയാണോ ഈ കുരിശുമുടി മേഖല? എൻ്റെ അറിവിൽ ഇന്നേ വരെ ഇവിടെ ഒരു വന്യജീവി ആക്രമണം ഉണ്ടായിട്ടില്ല. കാരണം ഇതിന് ചുറ്റിനും ഇതിന് ഭക്ഷിക്കാനും കുടിക്കാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ വർഷങ്ങളായിട്ട് മനുഷ്യരിവിടെ കയറുന്നു. മൃഗങ്ങൾക്ക് ഇവിടെ ആൾക്കാർ എപ്പോഴാണ് വരുന്നതിനെ കുറിച്ചൊക്കെ ഒരു പ്രകൃതിയും മനുഷ്യരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇന്നേ വരെ ഇവിടെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്രമീകരണങ്ങൾ ഇവിടെ നമ്മളെ സഹായിക്കാനും മറ്റു കാര്യങ്ങളും അവർ ഭയങ്കര പിന്തുണയാണ് നമുക്ക്. കാരണം നമുക്കിവിടെ KSEB ആയാലും വാട്ടർ അതോറിറ്റി ആയാലും എല്ലാത്തിനും നമുക്കറിയാം ഇതൊരു 1.5 കിലോമീറ്റർ മുകളിലുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനുവേണ്ട എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്യുന്നു. പ്രത്യേകിച്ച് സീസണിൻ്റെ സമയത്ത് നമുക്ക് അവരുടെ പിന്തുണ ഒത്തിരി ആവശ്യമുണ്ട്. അവർ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്യാറുണ്ട്. അതേസമയം പ്രോട്ടോക്കോളുകളൊക്കെ പാലിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ അവരായിട്ട് കൈകോർത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഒരു കൊടിമരം എൻ്റെ അടുത്തായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും തിരുനാളിന് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രത്യേക ദിവസം കൊടിയുയർത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചടങ്ങുകളൊക്കെ ഇവിടെ ഉണ്ടോ? ഇവിടെ ശരിക്കും ഈ മലമുകളിലെ തിരുനാൾ എന്ന് പറയുന്നത് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ്. പുതുഞായറാണ് ശരിക്കും ഇവിടുത്തെ തിരുനാൾ. തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന അന്ന് ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള വ്യാഴാഴ്ച കൊടിയേറ്റുണ്ട്. അത് ഈ കൊടിമരത്തിലാണ്. അതിനുശേഷം വരുന്ന ഞായറാഴ്ച 8ാം ഇടമായിട്ട് ആഘോഷിക്കുന്നു. ഇത് രണ്ടുമാണ് ഇവിടുത്തെ മെയിൻ തിരുനാൾ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആചരിക്കപ്പെടുന്ന മറ്റൊരു തിരുനാൾ എന്ന് പറയുന്നത് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. ഇതിവിടെ കുരിശ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മയായിട്ടാണ് സെപ്റ്റംബർ 14-ാം തീയതി അത് ഒരു ദിവസത്തെ നേർച്ചക്കഞ്ഞിയൊക്കെ കൊടുത്ത് ആഘോഷമായ തിരുനാളാണ്. അച്ഛൻ പറഞ്ഞു കുരിശ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ. അപ്പോൾ എങ്ങനെയാണ് അച്ഛൻ അതിൻ്റെ ഒരു ഐതിഹ്യം, കുരിശ് പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു പൊൻകുരിശ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇവിടെ പണ്ട് കർഷകരും ഈ കാട്ടിൽ നിന്ന് വിറകും ഭക്ഷണ സാധനങ്ങളും കളക്ട് ചെയ്യുന്ന മനുഷ്യരായിരുന്നു കൂടുതലും. അപ്പോൾ അവർ ഇങ്ങനെ ആടുകളായിട്ട് മേയ്ക്കാനൊക്കെ വന്ന സമയത്ത് ഇവിടെ ഒരു പൊൻകുരിശ് കണ്ടു. അതിൻ്റെ ഓർമ്മയായിട്ടാണ് ഇവിടെ പൊൻകുരിശ് നാട്ടിയിരിക്കുന്നത്. അച്ഛൻ ഞങ്ങൾ രാവിലെ തട്ടുപാറ ദേവാലയം ഇവിടെ അടുത്തല്ലേ? ഇവിടെ അടുത്താണ്. അപ്പോൾ അവിടെ പോകാനായിട്ട് ഇടയായി. അവിടെ ഞങ്ങളൊരു തോമാസ് ലീഹായുടെ കുറച്ചും കൂടിയും വ്യക്തമായിട്ട് കാണുന്ന ഒരു പാദമുദ്ര കാണാനായിട്ട് ഇടയായി. ഇവിടെയും അല്ലേ തൊട്ട് മുമ്പിലായിട്ട് ഒരു തോമാസ് ലീഹായുടെ പാദമുദ്രയുണ്ട്. അതിൻ്റെ ഒരു ഐതിഹ്യത്തെ പറ്റി അല്ലെങ്കിൽ അതേ പറ്റി ഒന്ന് പറയാമോ? ഈ തട്ടുപാറയും മലയാറ്റൂരുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കൊച്ചുമലയാണ് ഈ തട്ടുപാറ. തോമാസ് ലീഹ അവിടെയും വന്ന് ധ്യാനിച്ച് ഇരുന്നു എന്നുള്ള ഒരു ഐതിഹ്യം, ഒരു പാരമ്പര്യം, വിശ്വാസമൊക്കെ ഉണ്ട്. അവിടെയും തോമാസ് ലീഹയുടെ പാദമുണ്ട്, ഇവിടെയും തോമാസ് ലീഹയുടെ പാദമുണ്ട്. ഇത് വളരെ വ്യക്തമായിരുന്നു. പിന്നെ കാലാന്തരത്തിൽ ചെറിയ കൊറോഷനൊക്കെ വന്ന് നമ്മളതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത് നമ്മൾ ചില്ലിൽ ഇത് സംരക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ കൂടുതലും പ്രസിദ്ധമാകുന്നത് മലയാറ്റൂരിലെ തോമാസ് ലീഹയുടെ കാൽപാദമാണ്. പിന്നെ അച്ഛൻ ഇവിടുത്തെ ഒരു അത്ഭുത കിണർ അല്ലേ, തോമാസ് ലീഹ ഒക്കെ വെള്ളം കുടിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കിണർ, അതിൻ്റെ ഒരു ഐതിഹ്യത്തെ പറ്റി? എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തന്നെ എൻ്റെ വികാരിയച്ഛനാണ്. ഇപ്പോൾ താഴെയുള്ള ജോസ് വള്ളക്കാട്ട് എന്ന് പറയുന്ന അച്ഛൻ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞൊരു കാര്യം, ഈ മലമുകളിൽ എവിടെ മഴ പെയ്താലും ഈ അത്ഭുത കിണറിൻ്റെ അവിടെ വെള്ളം വരും. അതാണ് ഇവിടുത്തെ ഉറവയുടെ അത്ഭുതം എന്ന് പറയുന്നത്. നമുക്ക് അത്ഭുതം, കാരണം ഒരു മലയുടെ മുകളിൽ ഉറവ വരിക എന്ന് പറയുന്നത് അത് അസംഭവ്യമായ ഒരു കാര്യമാണ്. പക്ഷെ അവിടെ വെള്ളം വരും. വലിയ ആഴമുണ്ടോ കിണർ? ഇല്ല, വലിയ ആഴമില്ല. പക്ഷേ അത് കിണർ പോലെ നമ്മളത് പിന്നീട് അത് ഡെവലപ്പ് ചെയ്തതാണ്. പക്ഷേ അവിടെ അത്ഭുതപരമായി ഇവിടെ എവിടെ മഴ പെയ്താലും ആ കിണറിൽ വെള്ളം എത്തും.
കൗതുകം കൊണ്ടൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. കാരണം ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ വളരെയധികം ക്ഷീണിച്ചിരുന്നു. എന്താ പറയുക, അപ്പോൾ ചിലപ്പോൾ ഈ രോഗികൾ പ്രായമായവരൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ഇത്രയും ആത്മീയമായിട്ടൊരു ഉണർവ് കാരണം ചിലപ്പോൾ ഒരു കയറാൻ ഇടയാവാം. അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുക? നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വർഷങ്ങളായിട്ട് തീർത്ഥാടനം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ എല്ലാ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ എക്വിപ്ഡ് ആണ്. എന്നെ അത്ഭുതപ്പെടുത്തി, ഞാനിവിടെ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷത്തെ തിരുനാളിൻ്റെ ഇടയിലാണ് ഞാൻ അപ്പോയിൻറ്റഡ് ആയിട്ട് വരുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇവിടെ ഒരു രോഗിക്ക് എന്തെങ്കിലും ഒരു അസുഖം ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെച്ചർ ബോയ്സ് ഉണ്ട് ഓരോ പോയിന്റിലും. അവർ നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ മനുഷ്യരെ താഴെ എത്തിക്കും. അതിനുള്ളിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ താഴെ പോയി ആംബുലൻസിൽ ഇവരെ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിലെത്തി എല്ലാവരെയും പരമാവധി ചികിത്സകൾ നൽകി സംരക്ഷിക്കാറുണ്ട്. പിന്നെ മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ കാണുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ കൺസ്ട്രക്ഷൻസും, ഇഷ്ടിക തൊട്ട് സിമെന്റ് വരെ എല്ലാ കാര്യങ്ങളും തലച്ചുമടായിട്ട് കയറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ മനുഷ്യരുടെ പ്രധാന ഒരു ഇൻകം കൂടിയായിരുന്നു ഇത്. ഇവിടെയുള്ള പ്രായമായിട്ടുള്ള ഒരു കാലത്ത് ഇപ്പോൾ താഴെ തിരികെ വിൽക്കുന്നവരടക്കം തലച്ചുമടായിട്ട് കയറുന്നത്. അത് ഒരു ദിവസം ഒരു വട്ടമല്ല, 5, 6, 10 തവണ ചുമടുമായിട്ട് കയറുന്നവരാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ ചുമട് സഹായിക്കുന്നത് ഒരു ബായിയും ഒരു അപ്രയും എന്ന് പറഞ്ഞ ചേട്ടനും. പിന്നെ സീസൺ ആകുമ്പോൾ കുറച്ച് അധികം ബായിമാരും കൂടെ വരും. അവർ ഒരു 50 കിലോ വരെ അറ്റ് എ ടൈം തല ചുമടായിട്ട് കയറ്റും. അതിന് നിശ്ചിത കൂലിയൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇവർ തലച്ചുമടായിട്ടാണ് കയറ്റുന്നത്. അതൊരു വലിയൊരു അത്ഭുതം കൂടിയാണ്. ഞാൻ പറയുന്നത് മറ്റു മനുഷ്യരെക്കാൾ വലിയൊരു സഹനം കൂടിയാണ് തീർച്ചയായിട്ടും അവരത് ചെയ്യുന്നത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കാണാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.